പിണറായി വിജയൻ കേസെടുക്കുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കേസുകൾ വേഗം കേസെടുക്കും. അപ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി രക്ഷകനായി വന്നിരിക്കുന്നു എന്ന രൂപത്തിൽ ഫോട്ടോകൾ പ്രചരിപ്പിക്കും. അത് വലിയ രീതിയിൽ സൈബർ ഇടത്തിൽ ആഘോഷിക്കും. ഇതൊക്കെ ഒരു വസ്തു കാണുന്നുണ്ട്. എന്നാൽ അതേ രൂപത്തിൽ പരാതികൾ നൽകുന്ന പലർക്കുമെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട കേസ് നേരത്തെ തന്നെ സുബ്രഹ്മണ്യൻ പറഞ്ഞതാണ്. പോലീസ് വളരെ സൗഹാർദ്ദപരമായി 6 മണിക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് മൊഴിയെടുക്കലാണെന്ന് പറഞ്ഞു. അവർ ചായയൊക്കെ കൊടുത്തു. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരികയാണ്. കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ ശരി, എന്നാൽ കസ്റ്റഡിയിൽ എടുക്കാം, ഞാൻ വണ്ടിയിൽ വന്നോളാം. അത് പറ്റില്ല. രണ്ടാമത്തെ കോൾ വരികയാണ്. അത് പറ്റില്ല, പോലീസ് വാഹനത്തിൽ വരണം എന്ന് പറയുന്നു. പോലീസ് വാഹനത്തിൽ പോവുകയാണ്. എടുത്ത വകുപ്പുകൾ അറിയാമല്ലോ. ഈ പറയുന്ന BNS 192, അതോടൊപ്പം തന്നെ 120A കേരള പോലീസ് ആക്ട്, ഇത് രണ്ടും ഇവിടെ നിൽക്കുന്ന കേസല്ല. നിയമവിദഗ്ധർ തന്നെ പറയുകയാണ്, വേണമെങ്കിൽ ഇത് സോമോട്ടോ എടുത്ത കേസാണ്, വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാനനഷ്ട കേസ് കൊടുക്കാം. അതല്ലാതെ ഒരു തരത്തിൽ നിൽക്കുന്ന കേസല്ല. ഇനിയിപ്പോൾ ഈ കേസ് എടുത്തുകൊണ്ട് നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ രാഷ്ട്രീയമായി ഇത് കോൺഗ്രസാണ് ഗുണം ചെയ്യുക. കാരണം അവർക്കത് ഒരു വലിയ ആഘോഷമായി അവിടെ വീണ്ടും പോറ്റിയെ കയറ്റി പാട്ട് കേൾപ്പിക്കാനായി. ഈ പറയുന്ന ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ അവിടുത്തെ കോൺഗ്രസ് നേതാവ് അവിടെ പോലും അത്രത്തോളം ഇപ്പം അത്ര സജീവമല്ലാത്ത അല്ലെങ്കിൽ ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഹീറോ ആയി വരുന്നു. അപ്പോൾ അതിനൊക്കെ വരുത്തുന്ന രീതിയിൽ പോലീസ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. പോലീസ് ഇത് സ്വമേധയാ എടുത്താണ് ഞാൻ കരുതുന്നില്ല. ഇതിനൊരു മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം ഈ പറഞ്ഞതുപോലെ ഭരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ, അവസാന മാസങ്ങളിലുള്ള വെപ്രാളമാണ് ഈ കാണുന്നത്. ഈ വെപ്രാളമാണ് ഈ കേസുകളും ഈ നടപടികളും. ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമ ലോകമാണ്. അത് പ്രതികരിക്കേണ്ടതുണ്ട്. ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകളടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊന്നും മറന്നു പോകാൻ പറ്റില്ല. ഇരട്ടത്താപ്പാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല.